ഇപ്പൊ 2024 ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വലിയ അത്ഭുതമോ ആകാംക്ഷയോ തോന്നേണ്ടതില്ല. കാരണം കഴിഞ്ഞ കുറെ വർഷം പുറകിലേക്ക് പോയാൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ എന്ന് പോലും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുകയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരുപാട് സംഗതികൾ ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഇപ്പോ ഈ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, മറ്റൊരു ചെറുപ്പക്കാരൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലായി. അതും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ നിരന്തരം അതിന്റെ എല്ലാ എന്താ പറയാ പാർട്ടിയുടെ പല ഘടകങ്ങളിലുള്ള നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് CPM-ഉമായിട്ട് ഒരു ബന്ധമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ബോംബ് ഉണ്ടാക്കിയവരും അത് പൊട്ടിത്തെറിച്ച് മരിച്ചവരോ ആരും CPM-കാരല്ല. അവർക്ക് CPM-ഉമായിട്ട് ഒരു ബന്ധമില്ല. അവരെ ഈ ബോംബ് സ്ഫോടനത്തിന്റെ മുൻപ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ മരിച്ച വീടുകളിൽ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ സന്ദർശിക്കാൻ പോകും. അതിനെ ന്യായീകരണം വരുത്തുക. ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് സംസാരിച്ചിട്ട് കേട്ടത്, ഞാൻ ആളുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ഈ ഫോണിന്റെ കംപ്ലൈന്റ് ആണോ ഈ മഴ പെയ്യുന്നോണ്ടെന്ന് അറിഞ്ഞൂടാ, അത് അല്പം സൗണ്ടൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞത് പ്രതിരോധിക്കാൻ വേണ്ടി ബോംബുണ്ടാക്കും, ആക്രമിക്കാൻ വേണ്ടി ബോംബുണ്ടാക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് എന്ത് പ്രതിരോധിക്കാനും ആക്രമിക്കാനും എന്താ ബോംബിന് എന്താ പ്രസക്തി? ബോംബിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് അക്രമം തന്നെയാണ്, അത് പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ട കാര്യമൊന്നും. അവിടെ ഇവർക്ക് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ്. മറ്റുള്ള രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ അവിടെ അവരുടെ എന്താ പറയാ രാഷ്ട്രീയമായ നിലപാടുകളെ കൊണ്ട് എതിരാളികളെ മറികടക്കാൻ കഴിയാതാകുമ്പോൾ ശക്തി പ്രയോഗിക്കുകയാണ്. ഇതൊരു തരം ഫാസിസ്റ്റ് തന്ത്രമാണ്. അത് നമ്മൾ നമ്മുടെ രാജ്യത്ത് കാണുക. ഇപ്പൊ എന്റെ ഒരു ഓർമ്മയിൽ വരുന്നത് ഇപ്പൊ ചന്ദ്രശേഖരന്റെ കൊലപാതകം, അത് CPM ആണെന്ന് ഇപ്പോഴും CPM സമ്മതിച്ചിട്ടില്ല. വിചാരണ കോടതി ശിക്ഷിച്ചു, ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി അത് കൃത്യമായി പരിശോധിച്ച് ശിക്ഷ ഇരട്ടിയാക്കി കൊടുത്തു. ആ ശിക്ഷ കിട്ടിയ ആളുകളെ സംരക്ഷിക്കുന്ന വെള്ളപൂശുന്ന വർത്തമാനം പറയുന്ന ആളുകൾ ഇന്നും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരൊക്കെ തന്നെ വലിയ സ്വീകാര്യതയുള്ളവരാണെന്ന് CPM പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സമൂഹത്തിന് നിരക്കാത്ത എല്ലാ പ്രവൃത്തികളും ചെയ്യുകയും എന്നിട്ട് ഞങ്ങൾ ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് പറയുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഉണ്ട്. അതുകൊണ്ട് ഞാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയൊക്കെ കാണുന്നത് ഇത് ഇടതുപക്ഷ പാർട്ടിയെ അല്ല CPM, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ല, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അത് അല്പാൽപ്പം ഫാസിസ്റ്റ് സ്വഭാവം കാണിച്ചു വരികയാണ്. അതിന്റെ ലക്ഷണമാണ് നമ്മൾ ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ എന്താ പറയാ കേരള യാത്രയ്ക്കകത്ത്, നവകേരള യാത്രയ്ക്കകത്ത് പ്രതിഷേധിച്ച ചെറുപ്പക്കാരൊക്കെ തലനെല്ലി പൊളിച്ചിരിക്കും. നമ്മൾ ഈ കേരളത്തിന് അതിനെ കേട്ടുകേൾവി ഉണ്ടാകും. പ്രതിഷേധിക്കുന്ന ഭരണകൂടത്തിനെതിരെ, ഭരണകൂടത്തിൽ നയിക്കുന്നവർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ ചിലപ്പോൾ ജനങ്ങൾ പ്രതികരിക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ചെയ്യും. അങ്ങനെ പ്രതികരിക്കുന്നവരെ തന്റെ പാർട്ടിക്കാരായ ചെറുപ്പക്കാർ വന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുകയാണ്. ഹെൽമറ്റ് കൊണ്ട് തലതല്ലി പൊളിക്കുക, മരമുട്ടിയെടുത്ത് തലതല്ലി പൊളിക്കുക, അവരെ അത്യാസന്ന നിലയിലാക്കുക, ആളെ തെറ്റി DYFI-കാരനെ പോലും ആക്രമിക്കുകയാണ്. എന്നിട്ട് മുഖ്യമന്ത്രി എന്താ പറയണേ? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം പറയുകയാണ് ഇത് രക്ഷാപ്രവർത്തനമാണ്. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്ക് ചിലപ്പോൾ ബോംബുണ്ടാക്കേണ്ടി വരും. അപ്പോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഞങ്ങളാണ് ബോംബുണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ ജനങ്ങളെ മറച്ചു വയ്ക്കും. എനിക്ക് തോന്നുന്നത് ഇത് CPM-ന്റെ തന്നെ സാധാരണ പ്രവർത്തകർക്ക് പോലും ഇത് മനസ്സിലായിട്ടുണ്ട്. ഈ ബോംബ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അപകടമാണ്, അത് ശരിയല്ലെന്നും ബോധ്യം വന്നിട്ടുണ്ട്. ഇത് CPM ആണ് ഇതിന്റെ പുറകിലെന്നും മനസ്സിലായിട്ടുണ്ട്. ഞാൻ CPM-നെ മാത്രം പറയല്ല, കണ്ണൂർ രാഷ്ട്രീയത്തിനകത്ത് കുറെ കാലങ്ങളായി, ഇപ്പൊ ഈ ഇടക്കാലം വെച്ച് കുറഞ്ഞു വന്നതായിരുന്നു അക്രമാക്ഷി. ഒരാളെ CPM-കാർ ഒരാൾ മരിച്ചാൽ 2 BJP-കാരെ കൊല്ലുക, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ മരിച്ചാൽ തിരിച്ചൊരു CPM-കാരൻ. ഈ കൊലപാതക രാഷ്ട്രീയം ഒരു പക്ഷേ കണ്ണൂരിന്റെ പുറത്തേക്കും കടന്നു തുടങ്ങി. അതിപ്പോ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും അല്പാൽപ്പം നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിയായ ജനാധിപത്യപരമായ രാഷ്ട്രീയ തടസ്സമാണ്. അത് കേരളീയ സമൂഹം തിരിച്ചറിയണം. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരായാലും ബോംബ് കൊണ്ടോ ആയുധം കൊണ്ടോ അല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്. അത് ശരിയായ നിലപാടിന്റെ പുറത്തായിരിക്കും. വർഗരാഷ്ട്രീയമാണെങ്കിൽ അത് തൊഴിലാളികളെ പക്ഷം പിടിച്ച് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എന്തിനാണ് ബോംബിന്റെ പ്രസക്തി? ഇത് കൃത്യമായി CPM കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തു വരുന്നതാണ്. എല്ലാ തോന്നിവാസവും കാണിക്കുന്നിട്ട് ഇതിന് ന്യായീകരിക്കും. ഞങ്ങൾക്കത് RBI സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപക നേതാവിനെ 51 വെട്ടി കൊല ചെയ്തിട്ട് അതിന്റെ പ്രതികൾക്ക് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് അടിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന CPM-ന്റെ പ്രാദേശിക പ്രവർത്തകരെ പോലും നമ്മൾ കാണുകയാണ്.
അതൊരു ജനാധിപത്യ സമൂഹത്തെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കും. ബോംബ് കൊണ്ടോ ആയുധം കൊണ്ടോ അല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. അത് വളരെ സ്നേഹമിശ്രണമായി സഹോദര സ്നേഹത്തോട്, അങ്ങനെയാണ് നമ്മളെയൊക്കെ പഴയകാല നേതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്റെ ഒക്കെ ഒരു ഓർമ്മയിൽ വരുന്നത്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം ഈ കേരളത്തിനകത്ത് വലിയ പ്രകമ്പനം കൊടുത്തു. ഒരുപാട് ജനങ്ങൾ ആ നാടകം കണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിട്ട്, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കി എന്നൊരു നാടകം ഇറങ്ങിയാൽ ഏറ്റവും വലിയ സ്വീകാര്യത അതിന്. അത്രയേറെ പോക്കിരിത്തരം നിലവിലുള്ള വ്യവസ്ഥാപിത എഴുതിയിട്ടുണ്ട്. അത് വിറ്റില്ല കേരളത്തിൽ. താങ്കൾ പറഞ്ഞ നാടകം പണ്ട് ഇയാളെ എഴുതിയിട്ടുണ്ട്. മറ്റേ നക്സൽ നേതാവുണ്ടല്ലോ, അയാൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ല. അത് കേരളത്തിൽ വിറ്റില്ല. ആ നാടകം വേറെയാണ്. അതായത് കേരളത്തിനകത്ത് ഇന്ന് ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തോ കൊള്ളരുതാത്തവരാണ് എന്നുള്ളൊരു ബോധം പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദികൾ ഇവിടുത്തെ വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അപ്പൊ ഞാൻ ചെറുതായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ആളാണ്. മാർക്സിയൻ ഐഡിയോളജി മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യം വരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ആളുകളുടെ മനസ്സിലൂടെ CPM ആണ്, അതിനെ നയിക്കുന്ന പിണറായി വിജയനാണ്. അതുകൊണ്ട് വലിയ അവമതിപ്പ് ഈ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല, ഇവരൊരു കൂട്ടം ആളുകൾ. നിർഭാഗ്യവശാൽ കുറേയേറെ ബഹുജനങ്ങൾ അതിന്റെ പുറകിലുണ്ട്, തെറ്റിദ്ധരിച്ചു. അവരൊക്കെ ഇത് മനസ്സിലാക്കി കുറേശ്ശെ തിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ കാലത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്.